ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ചേച്ചിയും അനിയനുമുള്ള സ്നേഹപ്രകടനമാണ് കാണിക്കുന്നത്. ഈ രാവിലെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. അപ്പോൾ അമ്മമ്മയും കൂടെ സ്നേഹപ്രകടനത്തിന് പോയിട്ടുണ്ട്. അമ്മമ്മയുടെ കുട്ടികളാണല്ലോ, അപ്പം കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കാട്ടും. വേദുവാണ് ആദ്യം എണീറ്റ്. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ബേബി എണീക്കുക. അപ്പം ഞാൻ കലണ്ടർ നോക്കിയിരുന്നു. ഒന്ന് മെയ് 28 കേട്ടോ. 27 ശരിക്കും കലണ്ടറിൽ ബക്രീദ്, പക്ഷേ 28 നമ്മുടെ നാട്ടിലൊക്കെ. അങ്ങനെ സ്കൂൾ തുറക്കുകയായി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇനി 2-3 ദിവസം കൂടിയും കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമെന്ന് പറയുകയാണ്. പിന്നെ അങ്ങനെ ഈ നേരം വൈകിയുള്ള എണീക്കലൊന്നും നടക്കില്ല. 7 മണി ആകുമ്പോഴേക്കും എണീക്കണം. അങ്ങനെ അവരുടെ ഓരോ പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റു കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഓരോരുത്തർ പള്ളിക്ക് പോകട്ടെ, പുതിയ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അപ്പോഴേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ദോശയും അതുപോലെ തന്നെ ചട്നി ആയിരുന്നു കേട്ടോ. ഇവിടെ ഡെയിലി ചമ്മന്തി വേണം. അപ്പോൾ വേദു അങ്ങനെയൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളമാണ് അതിൻ്റെ കൂടെ ദോശയുടെ കൂടെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ചിക്കനും അതുപോലെ തന്നെ നെയ്ച്ചോറുമാണ് കേട്ടോ. ചിക്കനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ. ചിക്കൻ്റെ ഒക്കെ പരിപാടി ഞാൻ നോക്കി. അമാതിരി അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മല്ലിയില, നെയ്യ്, അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചു കേട്ടോ. അതുപോലെ ബിരിയാണി അരി എന്ന് പറഞ്ഞാൽ ചെറിയ റൈസ് ഉണ്ടല്ലോ, ജീരകശാലയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, അതാണ്. അപ്പോൾ അതാ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി വെച്ചു. ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നത്. വറുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പറഞ്ഞു തന്നതായിരുന്നു ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ അപ്പോഴേക്കും വേദുവിനെ വിശക്കാൻ തുടങ്ങി, കുടൽ കരിയാൻ തുടങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ല സെറ്റാക്കി. അതിൻ്റെ കൂടെ നമ്മുടെ നാളികേരും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും പാലിൽ കുതിർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഫുഡിന് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. പിന്നെ വിശന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വേദുവിനും ബേബിക്കും വിശക്കണമെന്ന് പറച്ചിലായി കേട്ടോ. അപ്പോൾ എന്നാൽ മാങ്ങ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ സ്ഥിരമാണ് അവരുടെ മാങ്ങ പൊട്ടിച്ചു കൊടുക്കുന്ന ആൾ അമ്മയാണ് കേട്ടോ. വിശക്കണോ എന്ന് ഇങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ വിചാരിച്ചു എന്നാൽ പൊട്ടിച്ചു കൊടുക്കുക, പഴുത്തിക്കിട്ട്. പക്ഷേ ഇതിങ്ങനെ അധികം പഴുത്ത് കഴിഞ്ഞാൽ അതിൽ പുഴു വരും കേട്ടോ. വലിയ മാങ്ങയുടെ പ്രശ്നം അതാണ്, അധികം പഴുത്ത് കഴിഞ്ഞാൽ അതിൽ പുഴു വരും. ഒരു ഇളം പഴുപ്പായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അമ്മ അങ്ങനെ മാങ്ങ 2 അവിടെ പഴുത്തിക്കണത് പൊട്ടിച്ചു കൊടുത്തു. വരി പച്ചയും 2-3 ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ 3 മാവേ ഉള്ളൂ ഗൈസ്. ഒരു കാലത്ത് എത്ര മാങ്ങകൾ ഉണ്ടായിരുന്നത് അറിയോ ഞങ്ങളുടെ വീട്ടിൽ. അതൊക്കെ വെട്ടിക്കളഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, വീടിനെ ദോഷമായിട്ട് വന്ന് ഇപ്പോൾ വേരോടെ അത് പിഴുതെടുത്തു. വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവർക്ക് മാങ്ങയൊക്കെ അമ്മ പൊട്ടിച്ചു കൊടുത്തു. അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദു മാങ്ങ പറയട്ടെ. അപ്പോൾ ഭയങ്കരമായിട്ട് മാങ്ങ കഴിക്കുന്നുണ്ട്. നല്ലതുമാണ്, അതിൻ്റെ വശം ചീത്തതും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വയറിളക്കൊക്കെ പിടിച്ചത് ഈ മാങ്ങ തീറ്റ കാരണമാണ്. അപ്പോൾ മാങ്ങ ഒരെണ്ണം അത്ര ഒത്തിരി കൂടി ഇങ്ങനെ നിലത്ത് വീണിട്ടൊരിതായിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ അമ്മ മോള് കയറിയിട്ട് പേരയ്ക്ക പൊട്ടിച്ചു വന്നു. അടിപൊളി പേരയ്ക്ക വിചാരിച്ചു കേട്ടോ. പക്ഷേ 3 നമ്മളെ നിരുത്സാഹപ്പെടുത്തി ഗൈസ്. 3 പുഴുവായിരുന്നു, 1 മാത്രമേ കിട്ടിയുള്ളൂ. നല്ല പഴുത്ത് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം, പുഴു വരും. എന്നാൽ ഒരു ഇളം ഒരു പഴുപ്പൊക്കെ ആണെങ്കിൽ അത്ര പുഴു വരില്ല കേട്ടോ. ഇത് 3 പുഴുവായിരുന്നു. അത് കാരണം അത് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നങ്ങനെ അങ്ങോട്ട് കടിച്ചു വെച്ചാൽ പെട്ടുപോയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൂചിപ്പിന്നിട്ട് കളി തുടങ്ങി കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുള്ള അതാണ്. ഇതിൻ്റെ ഞങ്ങൾ ലൈവ് പോയായിരുന്നു കേട്ടോ കുറച്ച് നേരം. ഇങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ കളിക്കൊക്കെ. പണ്ടത്തെ കളികളിൽ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ മൊബൈൽ അഡിക്ഷനാണ്. ചെറിയ കുട്ടികൾ മുതൽ ഫുൾ ടൈം മൊബൈലാണ്. അതിന്നൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കുക. ഫുഡ് കഴിക്കുമ്പോഴും മൊബൈൽ കാണുക, അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ വേദു കുറേ മാറ്റമുണ്ടല്ലോ. മറ്റേത് അവൻ ടാബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ആ ടി വിയും അതുപോലെ തന്നെ മൊബൈലൊക്കെ കാണലും ഉപയോഗം കുറച്ചിട്ട് മൊബൈൽ ഒട്ടും കാണുന്നില്ല അപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക്. ഇനിയിപ്പോൾ കുറച്ച് വലുതായവരിപ്പോൾ കാണില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും നമുക്ക് പറ്റില്ല. എത്രയായാലും വലുതായ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവരും കാണും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കളിച്ചു. ഞങ്ങൾ കുറേ നേരം കളിച്ചു കേട്ടോ. നല്ല രസമാണ് ഇത് കളിക്കുന്നത്. അങ്ങനെ രസമാണ്. ഇങ്ങനെ എവിടെ ചൂടാണോ തണുപ്പാണോ, അടുത്താണെങ്കിൽ ചൂട് പറയും, ദൂരെയാണെങ്കിൽ തണുപ്പ് എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ഈ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് മേല് കഴുകി അങ്ങനെയൊക്കെ ആയിട്ടോ. പിന്നെ ഫുൾ ഡേ ഉള്ള വ്ളോഗൊന്നും ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫുഡ് കഴിക്കണ വ്ളോഗ് ഞാൻ എടുക്കാൻ ഒന്നാമതേ മറക്കും ചെയ്തു. പിന്നെ വിശക്കുന്ന ടൈമിൽ നമുക്ക് ഫുഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒന്നും ഇടുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇനി സ്കൂൾ തുറക്കണമെന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ പകുതി ആയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് വേഗം ആവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അതുമാതിരി ഞങ്ങളിടുന്ന ലൈവും വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേര് കാണുന്നുണ്ട്, ചില വീഡിയോസൊക്കെ നല്ല കാണുന്നുണ്ട്, ഷെയറും പോകുന്നുണ്ട്, ലൈക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ വരില്ല. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളുടെ കണ്ണിലുണ്ട് കേട്ടോ. 19,000 ആവാറായി. ഞങ്ങളുടെ 3.5 മില്യൺ വ്യൂസ് ആയതിന് ശേഷമാണ് പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് സബ്സ്ക്രൈബേഴ്സ്. എന്തായാലും സന്തോഷം. ഇനി മോണിറ്റൈസേഷനും കൂടി ആയി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയാൽ ഞങ്ങൾക്കും അതിലേറെ സന്തോഷമാകും. അപ്പോൾ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേദു ഈ അടുത്ത വീട്ടിൽ നിന്ന് മാങ്ങ കിട്ടിയിട്ടാണ് ഈ വരുന്നത്. ഇവന് ഈ മാങ്ങ പറഞ്ഞാൽ അത്രയും ജീവനാണ്. എവിടെ നിന്ന് മാങ്ങ കിട്ടിയാലും അവൻ വാങ്ങും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഇതുവരെയായിട്ട് മുറിച്ചിട്ടില്ല കേട്ടോ. ഞാനത് അവിടെ അങ്ങനെ കയറ്റി വെച്ചു, കളിച്ചോ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.